വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മുടെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ജിന്ദഗി കാ സഫർ എന്നുള്ളതാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹൈക്കു ആണ്. ഹൈക്കു എന്ന് പറയുന്നത് ജപ്പാനി കവിതാ രൂപമാണ്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഹിന്ദിയിലുള്ള ഹൈക്കു ആണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്. ഹൈക്കു വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച മറ്റേത് കവിതേനേക്കാളും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹൈക്കു നിങ്ങൾ തന്നെ ഇപ്പോൾ വായിച്ചവരുണ്ടാകാം. 3 വരികൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന് ആശയമാകട്ടെ വളരെ ഡെപ്തിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ 3 വരിയുടെ അർത്ഥം മാത്രമല്ല, ശരിയായ ആശയം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മുഹാവര പോലെയൊക്കെ വേർഡ് മീനിങ്ങിലൂടെ നമുക്ക് ആശയത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കവി എന്താണ് അവിടെ ആശയമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഹൈക്കു പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റ് കവിതകളെ പോലെ ഈ ചാപ്റ്റർ ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഇതൊരു കവിതയാണെന്നും ഇതിനൊരു കവിയാണെന്നും അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഹൈക്കുവും വ്യത്യസ്ത കവികളാണ് എഴുതിയിട്ടുള്ളത്. അവരുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻ വരെ ഹൈക്കുവിൻ്റെ ആശയമായിരിക്കും. അപ്പോൾ ഈ ആശയത്തെയും നന്നായിട്ട് പഠിച്ചിരിക്കണം. 3 മാർക്കിന് വരെ ചോദ്യം ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ഹൈക്കു എന്ന് പറയുന്നത്. അപ്പം നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പം നമുക്ക് ഈ ഒരു പാഠത്തിലെ ആദ്യത്തെ ഹൈക്കു നോക്കാം. ആദ്യത്തെ ഹൈക്കു ഇങ്ങനെയാണ്: സൂഖാ യാ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ എന്നുള്ളതാണ്. സൂഖ എന്ന വാക്കിന്റെ അർത്ഥം വരൾച്ച എന്നും, സൂഖ വരൾച്ച, ബാഡ് വെള്ളപ്പൊക്കം, സാഹബ് കെ ആംഗൻ, ആംഗൻ എന്താണ്? മുറ്റം, സദാ ഫുഹാർ നനവാർന്നത്, സദാ എപ്പോഴും, ഫുഹാർ നനവാർന്നത്. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴ പെയ്ത വെള്ളം എന്നല്ല, മറിച്ച് ഉള്ളവന് ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഒരു വിഭാഗം ജനങ്ങൾ പീഡിതരായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് എന്നും വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുകളും തന്നെയാണ്. എന്നാലോ ഈ ചൂഷണം ചെയ്തു ജീവിക്കുന്ന മുതലാളി വർഗത്തിലുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് തന്നെയാണെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊറോണ വന്നപ്പോൾ പണമുള്ളവർക്ക് അതൊരു വലിയ പ്രയാസമായിരുന്നില്ല. പക്ഷേ അന്നന്ന് ജോലിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയ പ്രയാസമായിരുന്നു. അവരൊക്കെ ദിവസങ്ങളോളം ഇനി എന്ന് ഒരു ജോലി കിട്ടും എന്നറിയാതെ പ്രയാസപ്പെട്ടു. അപ്പോൾ ഇതിന് ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സാബിനെ സംബന്ധിച്ച് എന്താണ്? പണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവിത പ്രയാസങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. വെള്ളപ്പൊക്കം വന്നാലും വേനൽ വന്നാലും വരൾച്ച വന്നാലും. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഏത് വിഷയവും സാധാരണക്കാരനെ ബാധിക്കുന്നതാണ്. അതെ, അപ്പൊ നമുക്ക് എക്സാമിന് ഈ ഒരു ഹൈക്കു വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. യേ ഹൈക്കു ഉൻ ലോഗോ കെ ബാരെ മേ ഹൈ. ഈ ഹൈക്കു ഈ ആളുകളെ കുറിച്ചാണ്. ജോ ഹമേഷ ദൂസരോ കി പരേശാനി മേ, ആരാണോ ഹമേഷ എപ്പോഴും മറ്റുള്ളവരുടെ, മിസ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ അപ്ന ഫായദ ദേഖ്തേ ഹേ, തൻ്റെ ലാഭം കണ്ടെത്തുന്നത്, അവരെ കുറിച്ചാണ് ഈ ഒരു ഹൈക്കുവിൽ പറയുന്നത്. ചാഹെ സൂഖാ ഹോ യാ ബാഡ് ഉനേ കോയി ഫർക്ക് നഹി പഡ്താ. അവർക്ക് ഇവിടെ സൂഖ എന്നൊരു വാക്ക് പ്രതീകമാക്കുന്നത് പാവപ്പെട്ട ആളുകളെയും, അതുപോലെ തന്നെ ബാഡ് എന്നുള്ള വാക്ക് പ്രതിദാനം ചെയ്യുന്നത് എന്തിനെയാണ്? അമീർ ലോഗ്, ധനികനായിട്ടുള്ള ആളുകളെയുമാണ്. ഉനേ കോയി ഫർക്ക് നഹി പഡ്താ, അവർക്ക് എന്താണ് അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. ഉൻകെ ആംഗൻ മേ തോ ഹമേഷ ഖുഷിയാ ഹി റഹ്തി ഹൈ, അവരുടെ മുറ്റത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും എന്താണ്? സന്തോഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഈ ഒരു ഹൈക്കുയിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഹൈക്കു നോക്കാം. പിതാനെ ഢൂണ്ടി ലാഠിയാ ബുഢാപ്പേ കി ദിഖ്തി നഹി. എന്താ പറയുന്നത്? പിതാനെ ഡൂണ്ടി, ഡൂണ്ടിന, പിതാ നമുക്കറിയാം പിതാവാണ്, അച്ഛൻ. ഡൂണ്ടിന തിരയുക, ഡൂണ്ടി തിരഞ്ഞു. എന്താ തിരയുന്നത്? ലാഠിയാം, ലാഠിയാം എന്ന് പറഞ്ഞാൽ എന്താ? വടി അല്ലേ? അച്ഛൻ ഇങ്ങനെ തിരയാണ്. എന്ത്? ഊന്നുവടികൾ തിരയാണ്. എന്തിൻ്റെ? ബുഢാപ്പേക്ക്. ബുഢാപ്പേ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. ആ വാക്കിൻ്റെ മീനിങ് നിങ്ങൾ നന്നായി പഠിക്കണം. വാർദ്ധക്യമാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷണിക്കാതെ എത്തുന്ന അതിഥിയാണ് അല്ലേ? ആരും ആ അതിഥിയെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ എന്തായാലും നമ്മുടെ ലൈഫിൽ ആ അതിഥി വരികയും ചെയ്യും, നമ്മൾ അതിനെ കണ്ടുമുട്ടുകയും ചെയ്യും. ദിക്തി നഹി, കവി പറയുന്നത് എന്താണ്? ഗോപാൽ ബാബു ശർമ്മ പറയാണ്, ദിക്തി നഹി, കാണില്ല.
ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അല്ലേ? വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കൾ പല വീടുകളിലും ഒറ്റയ്ക്കാണ്. അവരുടെ മക്കളൊക്കെ വിദേശത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ സെറ്റിൽ ചെയ്യുമ്പോൾ ഇവരനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലിനെയും ആ അസഹായതയെയും കുറിച്ചാണ് ഈ വരികൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ഹൈക്കു ബുഢാപ്പെ മേ അക്കേലേപ്പൻ ഓർ असहायता को दर्शाता है, पिता ने अपने बच्चों को सहारा समझा. അപ്പോൾ ഈ വരികൾ ഒറ്റപ്പെട്ടിട്ടുള്ള അസഹായരായിട്ടുള്ള വാർദ്ധക്യത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. പിതാനെ അപ്പിനെ ബച്ചോങ്കോ, പിതാവ് തൻ്റെ കുട്ടികളെ സഹാരാ സംജാത്ത, തൻ്റെ കുട്ടികളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ തനിക്ക് ഒരു സഹായമാകും എന്ന് ചിന്തിച്ച മാതാപിതാക്കൾ ലേക്കിൻ ബുഢാപ്പെ മേ വേ ദിഖായി നഹി ദേത്തെ, പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ആ വടികൾ, ആ ഊന്നുവടിയായിട്ടുള്ള മക്കളെ കാണാനേ ഇല്ല എന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഹൈക്കു നോക്കാം. ഢൂണ്ഡതി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച് എന്നുള്ളതാണ് മൂന്നാമത്തെ ഹൈക്കു. കമല നികുർബയാണ് ഈ മൂന്നാമത്തെ ഹൈക്കു എഴുതിയിരിക്കുന്നത്. ഢൂണ്ഡന എന്നുള്ളത് നമ്മൾ നേരത്തെ രണ്ടാമത്തെ ഹൈക്കു നമ്മൾ പഠിച്ചു അല്ലേ? അന്വേഷിക്കുക, തിരയുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഢൂണ്ഡന, തിരയുക. ബർഫീലി നഗരി എന്ന് പറയുന്നതിന് മഞ്ഞു മൂടിയ നഗരം എന്നാണ്. പക്ഷെ ഇതൊരു പ്രതീകമാണല്ലേ മിസ്സേ? ഇത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിലെ ഒരു പ്രതീകമായിട്ടാണ് പറയുന്നത്. നേഹ് കി ആഞ്ച്, സ്നേഹത്തിന്റെ ഊഷ്മളത. ഇത് നേഹ് കി ആഞ്ച് എന്ന വേർഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ പറയില്ലേ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഒരു അത്യാവശ്യ കാര്യത്തിന് അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും നമ്മളെ മനസ്സിലാക്കി നിൽക്കുന്ന എത്ര പേരുണ്ട്, അത് തന്നെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകൾ ഉണ്ടാവും, നമ്മൾ ഫാമിലിയിലായിരിക്കും, നമുക്ക് കുറേ ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും. പക്ഷെ സത്യത്തിൽ നമുക്ക് എത്രത്തോളം ആളുകൾ നമ്മളോട് അടുത്തിട്ടുള്ളവരാണ്, എത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നു അല്ലെ, നമ്മളെ മനസ്സിലാക്കുന്നു എന്നതാണ് കവി പറയുന്നത്. ഇത്രയും ആളുകൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും ബർഫ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും തന്നെയാണ് കാണിക്കുന്നത്. അത്രയും മഞ്ഞിന് നടുവിൽ നിൽക്കുമ്പോഴും എന്താണ് ആഗ്രഹിക്കുന്നത്? നേഹിക്ക് ആഞ്ചാണ് അല്ലെ, സ്നേഹത്തിന്റെ ഊഷ്മളതയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലെ എത്രയോ ആളുകൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും ആ സ്നേഹം തന്നെയാണ് നമ്മൾ തിരയുന്നത് എന്നാണ് കവി പറയുന്നത്. ഇനി ഈ ഒരു ഹൈക്കുവിന്റെ ആശയം നമുക്ക് നോക്കാം. യേ ഹൈക്കു ഏക് ऐसी महिला के बारे में है. ഇത് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. ജോ ബർഫീലി നഗരി മേം, ആരാണോ ആ ഒരു ബർഫീലി നഗരി, മഞ്ഞു മൂടിയ നഗരത്തില് പ്യാർ ഔർ അപ്നേപൻ കി, സ്നേഹത്തിന്റെയും അതുപോലെ സ്വയം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തില് തലാഷ് കർ രഹി ഹെ, അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, സ്നേഹത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണോ അവരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ജിന്ദഗി കാ സഫർ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ 3 ഹൈക്കു എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ആശയം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധം വേണം. കാരണം ഓരോ വൺ വേർഡ് ക്വസ്റ്റ്യനിലും ഒക്കെ നമുക്ക് അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഇതിലുള്ള വേർഡ് വരെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. വേർഡിൻ്റെ മീനിങ് ചോദിക്കും, ഹൈക്കുവിൻ്റെ ആശയം ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാമിലേക്ക് എന്നൊരു ചിന്തയോടുകൂടി തന്നെ നിങ്ങൾ എല്ലാ ഭാഗവും നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അതെ, ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ഇതുവരെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ.